പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. പുഷ്പ 2 എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു. എങ്ങനെയുണ്ട്? മലയാളികളുടെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? ഇക്കിളിപ്പെടുത്തുന്ന ഹീനവികാരങ്ങൾ ഊതുവീർപ്പിച്ച് കലയുടെ പേരിൽ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിച്ച് പണം പിടുങ്ങുന്ന ഈ ഏർപ്പാടിനെതിരെ ജനം പ്രതികരിക്കണം. പണ്ട് രജനീകാന്ത് പടങ്ങൾ പോലെ പടങ്ങൾ മലയാളത്തിൽ ഓടില്ലായിരുന്നു. ഇപ്പം അല്ലു അർജുൻ്റെ ബണ്ണി അങ്ങനത്തെ പടം ഓടുക. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? മലയാളികളുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നു. ഫഹദ് ഫാസിലിന് ഭയങ്കര പൊക്കല. പക്ഷെ ഫഹദ് ഫാസിലെല്ലാം മോളെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും എത്തിയിട്ടില്ല. നീയാണല്ലോ കോടതി ഓടാമയില്. എന്നാലും ഇപ്പോഴത്തെ യൂത്ത് ഇങ്ങനത്തെ സിനിമകളൊക്കെയാണ് കാണുന്നത്. പുഷ്പ 2 ഇങ്ങനത്തെ പടങ്ങളാണ്. പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ചില നരാധവന്മാരുടെ കൈകളിലാണ് നമ്മുടെ സിനിമയെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം നികുകയാണ്. ഞാൻ വീർപ്പ് മുട്ടുകയാണ്. ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലു അർജുൻ്റെ പടം ഇവിടെ ഓടുന്നത്. മനുഷ്യന് അസൂയ പാടില്ല. അല്ലു അർജുൻ പുഷ്പ നാഷണൽ അവാർഡിട്ടില്ല. എന്തിന്റെ ബേസിലാണ് കൊടുത്തത്? ഞാൻ തുറന്നു പറയാൻ വെറും മാസ് മസാല മൂവീസാണ് ഇപ്പോൾ ഓടുന്നത്. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്.